യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അല്ല, ഇങ്ങനെ പുറത്തുപോയി ജോലി ചെയ്യുന്നതില് സൂസന് ബുദ്ധിമുട്ടൊന്നുമില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ 2 വീലറിലാ വരുന്നേ. മിനിമം 10 പേഷ്യന്റ് ഇങ്ങനെ ഡെയിലി കാണും. മാരീഡ് അല്ലേ? അതെ. ഹസ്ബൻഡ് പേര് ജോർജ്. പുള്ളിക്കാരൻ സിറ്റിയില് സ്പെയർ പാർട്സിന്റെ ബിസിനസ് നടത്തുക. ഓ, അപ്പൊ വലിയ ബിസിനസ്സുകാരനാണല്ലേ പുള്ളി? ആ, കുഴപ്പമില്ല. തൃശ്ശൂരിലും കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ ബ്രാഞ്ചുകളുണ്ട്. പിന്നെന്തിനാ സൂസൻ ഈ ജോലിക്ക് നടക്കുന്നേ? കുട്ടികളൊക്കെ ആയി വീട് നോക്കി ഇരുന്നാ പോരെ? വീട്ടില് ഹസ്ബൻഡിന്റെ പപ്പയും മമ്മിയൊക്കെ ഉണ്ട്. അവര് നോക്കിയോളും കുട്ടികളെ. അങ്ങളാ പിള്ളേയും എടുത്തേ. ഡിഗ്രി കഴിഞ്ഞ് വീണ്ടും 4 വർഷം പഠിച്ചിട്ടാ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയത്. വെറുതെ വീട്ടിലിരുന്ന് മുരടിക്കാനല്ലല്ലോ വിനയാ. എന്റെ പപ്പയും മമ്മിയും ലക്ഷങ്ങൾ മുടക്കി എന്നെ പഠിപ്പിച്ചത്. ജോലി ചെയ്യുന്ന പൈസക്ക് വേണ്ടിയല്ലേ? ഭർത്താവിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഭാര്യമാര് ഇതുപോലെ കഷ്ടപ്പെടണോ? എനിക്ക് ജോലി ഒരിക്കലും കഷ്ടപ്പാടായി തോന്നിയിട്ടില്ല. നമ്മളിതുപോലെ ട്രീറ്റ്മെന്റ് നടത്തി കഴിയുമ്പോ പേഷ്യന്റിന് മുഖത്ത് തെളിയുന്ന ഒരു ആശ്വാസവും പുഞ്ചിരിയുണ്ട്. അത് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരിക്കലും വീടിന് കാവലിരുന്ന ഒരു പെണ്ണിന് കിട്ടില്ല വിനയ. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ സൂസൻ. ഈ പെണ്ണുങ്ങളൊക്കെ കുലസ്ത്രീകളായി വീട്ടിലിരിക്കണമെന്ന ചിന്താഗതിക്കാരനായി ഇവൻ. നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചാ? അച്ഛനെ കാര്യം നോക്കി പോയാ മതി കേട്ടാ. നീ ആദ്യം ഇവരുടെ ജോലി ചെയ്യാൻ സമ്മതിക്കേ. നീ ഇനി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാ സൂസൻ ഇത് കളഞ്ഞിട്ട് പോവും. നോ 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 അങ്കിളെ, അങ്കിൾ ടെൻഷൻ ആവണ്ട. ഞാനെങ്ങും പോവേല. ഇതുപോലുള്ള പേഷ്യന്റ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ അപ്സെറ്റ് ആവാറുണ്ട്. നമ്മളത് മനസ്സിലാക്കി പെരുമാറിയ കുഴപ്പമില്ല. എന്റെ മനസ്സിലിരിപ്പ് ശരിയല്ലെന്നാണോ സൂസൻ പറഞ്ഞു വരുന്നത്? ഹേ, ഒരിക്കലും അല്ല. ഇപ്പില്ല, ഞാനിങ്ങ് എടുക്കുവാണേ. കുറച്ച് വേദന ഉണ്ടാവും. ഇനി കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആവും. മനസ്സൊന്ന് ഫ്രീ ആക്കി വിട്ടേക്ക് വിനയ. അങ്ങളൊന്ന് വന്നേ. സാർ ഇന്ന് 4 കാലിലാണോ? രവിയേട്ടൻ എവിടെ പോയതാ? ഞാനേ അവനെ കാണാൻ പോയതാ, ആ ഇന്ദ്രനെ. എന്നിട്ടെന്താ കണ്ടില്ല? അവനും അവളും കൂടെ എങ്ങോട്ടോ കറങ്ങാൻ പോയി. നിന്നോട് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവര് പോകുന്ന വരുന്ന എന്നെ അറിയിച്ചിട്ടാണോ? ആർക്കറിയാം. എന്തായാലും അവന്റെ കാര്യത്തില് പല കാര്യങ്ങളും മറ്റുള്ളവരെക്കാളും നിനക്ക് അറിവുണ്ടെന്ന് എനിക്കറിയാം. രവിയേട്ടാ, ഒരുമാതിരി പോക്കൃത്തരം പറയരുത്. സ്വന്തം കഴിവുകൾ മറക്കാൻ എന്തിനാ മറ്റുള്ളവരെ പഴിക്കുന്നത്? ഓ, അവനെ പറഞ്ഞപ്പോ നിനക്കങ്ങ് പൊള്ളി. പിന്നെ എന്റെ കഴിവുകേട് ഇവിടെ ഈ കാണുന്നത് മുഴുവനേ ഞാനായിട്ടുണ്ടാക്കിയതാ. എന്റെ കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാ നീ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കം. എന്താടി, നിനക്ക് സംശയമുണ്ടോ? ഗൾഫിൽ പോയി കിടന്ന് ഞാൻ കഷ്ടപ്പെട്ടതിന്റെ ഫലം നീ എടുത്ത് ഇന്ദ്രന് ആവശ്യം വന്നപ്പോ കൊടുത്തില്ലേ? അതും കൂടെ കൂട്ടിയിട്ടല്ലേടി അവൻ വലിയ ബിസിനസ്സുകാരനായത്. എന്നിട്ട് അവൻ എന്നെ സഹായിച്ചോ? അവർക്കതിന് താല്പര്യം ഉണ്ടാവില്ല. അതേടി, താല്പര്യമില്ല. അതിനാണ് നന്ദി കേടെന്ന് പറയാ. സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർക്ക് ആവശ്യം വന്നപ്പോ അവൻ അങ്ങ് കൈമലർത്തി. വൃത്തികെട്ടവൻ. അവൻ എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴല്ലേടി നമ്മളെ സഹായിക്കണ്ടേ? അവന് നഷ്ടം വരുന്ന ഒന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞേ. എടി, എനിക്കറിയാത്തത് കൊണ്ട് ബിസിനസ് ഒന്ന് പഠിപ്പിച്ചു തരാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇന്ദ്രന്റെ ഒരു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ നീ അന്ന് പറഞ്ഞത്. അവന്റെ അമ്മ പറഞ്ഞ അവൻ അങ്ങ് അനുസരിക്കുന്നല്ലേ? എന്നിട്ട് എന്താടി അനുസരിക്കാത്തത്? ഇതിനൊക്കെ ഞാൻ എങ്ങനെ മറുപടി പറയാ? ഇനി അഥവാ ഇന്ദ്രൻ എന്നൊരാളില്ലെങ്കിൽ രവിയുടെ ബിസിനസ് ചെയ്യില്ലായിരുന്നോ?
എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ തന്നെ വലുത്. അതിനെ ആരെ പഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ദ്രന്റെ ഭാഗത്താ ന്യായം. ഉണ്ടാവും. ന്യായം ഇല്ലെങ്കിലും നീ അങ്ങ് ഉണ്ടാക്കും. കാരണം ഇന്ദ്രന്റെ കുറ്റം പറയുന്നത് എന്റെ ഭാര്യയ്ക്ക് സഹിക്കില്ലല്ലോ. ദേ, വേണ്ടാത്ത വർത്താനം പറഞ്ഞാലേ എന്റെ സ്വഭാവം മാറും. അതേടി, നിന്റെ ശരിക്കുള്ള സ്വഭാവമാണ് എനിക്ക് അറിയേണ്ടത്. അതറിയാനും കൂടി ആണല്ലോ ഞാൻ ശ്രമിക്കുന്നേ. രവി ബിസിനസ്സിൽ പരാജയ, ഇനി ജീവിതത്തിലും. അങ്ങനെ ആണോന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ ബുദ്ധി മദ്യത്തിന്റെ അടിമയാ. അതുകൊണ്ട് സംസാരിക്കുന്നതേ നിങ്ങളല്ല, മദ്യമാ. അതെ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും നന്ദിയില്ലാത്ത ഇന്ദ്രനെ ഞാൻ വെറുതെ വിടില്ല. നീ നോക്കിക്കോടി, അവളൊരു വശം പിടിക്കാൻ വന്നിരിക്കും. നിനക്ക് വേറെ നല്ല ഫിസിയോതെറാപ്പിസ്റ്റിനൊന്നും കിട്ടിയില്ലടേ. ഒരു ഫെമിനിസ്റ്റിനെ അയച്ചിരിക്കുന്നു. സൂസൻ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ? അത് മാത്രം നോക്കിയാ പോരെ? നിനക്കത് മതിയായിരിക്കും. നിന്നെ പോലെ വേറൊരുത്തിനും കൂടെ സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിന്റെ ആവശ്യം എന്താ? സൂസനെ സഹിക്കാൻ ജോർജ് ഉണ്ട്, അവളുടെ ഹസ്ബൻഡ്. ആ സ്ഥാനത്ത് കയറി നിന്ന് എന്നോട് പറയുന്ന പോലെ അവളോട് പറഞ്ഞാലേ വിവരം അറിയും. അതെടി, എന്നെ ചില വിവരങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയാ അവളെപ്പോലെ ഒരുത്തിയെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് എനിക്കറിയാം. എനിക്ക് എന്തായാലും ഒരു ലേഡി ഫിസിയോതെറാപ്പിസ്റ്റിനെ വേണ്ട. പുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ മതി. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവരെങ്ങനെ പറയുന്ന? സുന്ദരിയായ ഒരു സ്ത്രീ നിങ്ങളുടെ ശരീരത്തിൽ തൊട്ട് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോ മനസ്സ് ഇളകി പോകുന്നുണ്ടോ? സൂക്ഷിച്ച് സംസാരിക്കണം. ആ, ഇവള് പറഞ്ഞ എന്താണ് തെറ്റ്? നീ ചിരുവിനെ സംശയിക്കുന്ന പോലെ ഇവള് നിന്നെ സംശയിക്കില്ല. പിന്നെ നിനക്കെന്തിനാ എത്ര ടെൻഷൻ? എനിക്കെന്ത് ടെൻഷൻ? പിന്നെ ഒരു പെണ്ണിനെ എന്റെ ട്രീറ്റ്മെന്റ് നിർത്തിയിട്ട് ആ വകയിൽ നിനക്ക് കണ്ടവന്റെ കൂടെയൊക്കെ നടക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് വേണ്ട, നടക്കില്ല. സൂസനെ നിങ്ങൾ പരിചയപ്പെട്ടു എന്നാ ഞാൻ വിചാരിച്ച. ഇല്ലെങ്കിലേ ഇനി വരുമ്പോ ഒന്നുകൂടെ വിശദമായിട്ട് പരിചയപ്പെട്ടേക്ക്. എനിക്ക് ആരുടെയെങ്കിലും കൂടെ പോണെങ്കിലേ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞോട്ടേ പോവും. അന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞതുപോലെ. ഓർമ്മയുണ്ടല്ലോ അത്? അമ്മേ, ഒരു ചായ എടുക്ക്. ഏയ്, എന്താ മോളെ, നീ എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കുന്നത്? ജോലി ചെയ്യുമ്പോ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അതിന്റെ പേരിൽ അവർ വഴക്ക് പറഞ്ഞെന്നിരിക്കും. അതോർത്ത് നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഏട്ടാ, എനിക്ക് മനസ്സിലായി. സത്യൻ സാറ് വഴക്ക് പറഞ്ഞത് നിനക്ക് ശരിക്കും വിഷമമായിട്ടുണ്ട്. അത് അവിടെ നിനക്ക് അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ടാ. നിന്നെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയല്ലേ എല്ലാരും കണ്ടോണ്ടിരുന്നത്? നീ ഓഫീസിൽ ചെന്നപ്പോ സത്യൻ എന്താ പറഞ്ഞത്? അതൊന്നും ഇല്ലമ്മേ. ജോലിയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായപ്പോ സത്യൻ സാറ് വഴക്ക് പറഞ്ഞു. അതിൽ വിഷമിച്ച ഇവള് ജോലിക്ക് പോവാത്തത്. ഇവള് ചെല്ലാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണെന്ന് അറിയില്ല. എന്ത് ചെയ്യാനാ? ഇനി പ്രതിഭ അവിടെ ജോലി ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്ത രീതിയിലാ സത്യൻ സാറ് സംസാരിച്ചത്. ഓ, അത് കൊള്ളാലോ. ഒരു തെറ്റ് പറ്റിയ ഉടനെ പറഞ്ഞു വിടുവാണോ ചെയ്യുന്നത്? പറഞ്ഞു തിരുത്തി കൊടുക്കണ്ടേ? അത്രയ്ക്കല്ലായിരുന്നു അവരുടെ സ്നേഹപ്രകടനം. അത് പിന്നെ അങ്ങനെയല്ലമ്മേ. ജോലി ചെയ്യുമ്പോ സ്നേഹമൊക്കെ കാണിക്കും, അല്ലാത്തപ്പോ അത് കഴിഞ്ഞു. ഏട്ടാ പ്ലീസ്, ഈ സംസാരം ഇവിടെ വേണ്ട. എനിക്കത് കേൾക്കാനോ സംസാരിക്കാനോ താല്പര്യമില്ല. നീ എങ്ങനെ ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതല്ലെങ്കിൽ വേറൊരു ജോലി, അത്രയല്ലേ ഉള്ളൂ.